വയനാട് കുറേ കറങ്ങി ലാസ്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വയനാടുള്ള വൈത്തിരി ഫാം. കയറിയപ്പോൾ ഫസ്റ്റ് കണ്ട സാധനമാണ് ഷുഗർ ഗ്ലൈഡർ. ഇവൻ പിന്നെ വെച്ചെടുത്തിരുന്നോളും. വലിയധികം ബുദ്ധിമുട്ടൊന്നുമില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. ദിസ് പാമ്പിച്ച് ഓൾസോ വെരി പാവം. ബാക്കിയുള്ള എല്ലാവരും ഫുഡ് കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഇവൻ മാത്രമേ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവനെ കിട്ടിയത്. ഇവൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവന് തുരപ്പൻ്റെ സ്വഭാവമാണ്. എല്ലായിടത്തും തുറന്ന് കയറുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടുമാണ്. ഇതൊരു ഫീമെയിൽ ഇഗ്വാനയാണ്. ചേച്ചിനെ കാണാനും കൊള്ളാം, നല്ല വെയിറ്റും ഉണ്ട്. അധികം നേരം ഇങ്ങനെ ഒറ്റക്കയിൽ പിടിച്ച് നിൽക്കാനും പറ്റൂല. പിന്നെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയും ചെയ്യും. എനിക്ക് കുറച്ച് അഹങ്കാരം കാണാം. ഞാൻ വരിലിട മനുഷ്യന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് മൂലക്കൊയി കുത്തിരിക്കുകയാണ്. അഹങ്കാരം കാണിക്കാനുള്ള സാധനം അവൻ്റെ ഉണ്ട്. കാണാനും കൊള്ളാം. അപ്പുറത്തുള്ള ഇഗ്വാനേക്കാൾ വെയിറ്റും ഉണ്ട്, വലിപ്പവും ഉണ്ട്. ആറ്റിറ്റ്യൂഡ് തൊട്ട് തീണ്ടാത്ത ബംഗാളി ക്യാറ്റാണത്. കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇരുന്നു, എടുത്തതല്ലേന്നും പറഞ്ഞിട്ട്. അക്കോർഡിംഗ് ടു മീ പൂച്ചകളായ ഇതുപോലെ ആയിരിക്കണം. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞ് എല്ലാത്തിനും സഹകരിച്ചു തരുന്ന ഒരു പൂച്ച. ആറ്റിറ്റ്യൂഡിന് ശേഷം ഇനി അക്രമമാണ് ഫുള്ള്. കൂട്ടിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു തോന്നുന്നു. ഇതുപോലെ ആശാരിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തുരപ്പനാണെങ്കിൽ എൻ്റെ വാച്ചും മറ്റേ തുരപ്പനാണെങ്കിൽ എൻ്റെ സ്പെക്സും ഇഷ്ടപ്പെട്ടത്. ആട്ടുമാമ പിന്നെ എനിക്ക് പണ്ടേ ഫേവറേറ്റ് ആണ്. രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുന്ന ആരാന്നറിയോ? നമ്മുടെ ലയൺ കിങ്ങിനകത്തെ ടിമോൻ. ഇതുപോലെ നിന്ന് പാട്ടൊക്കെ പാടുന്ന സാധനങ്ങൾ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിന്ന് സ്പാ ചെയ്യാം. പുല്ല് കാണിച്ചാൽ മാത്രം സ്നേഹം വരുന്ന 2 ആൾക്കാരുണ്ട്. അതും ഉണക്കപ്പുല്ലല്ല, പച്ചപ്പുല്ല് തന്നെ കാണിക്കണം. ഒരു ഒട്ടകമുണ്ട്, ഒരു കുതിരയുണ്ട്. ഇവരതിൽ മാത്രമേ വീഴത്തുള്ളൂ ഗൈസ്. ഇവിടെയും അങ്ങനെ തന്നെ. ആട്ടുംകുട്ടികൾക്ക് ഇത്തിരി പച്ചപ്പുല്ലും വലിയ ആളുകൾക്ക് ഇച്ചിരി തലോടലും, അത് മാത്രം മതി. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഉറങ്ങാൻ കിടന്ന പ്രാവിന്റെ വീട്ടിലേക്ക് ഒരു എത്തിനോട്ടം. പിന്നെ അധികം ശല്യപ്പെടുത്താൻ പോയില്ല, എല്ലാവരും ഉറങ്ങല്ലേ. രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ വീഡിയോയിൽ കുറച്ച് മിസ്സായിട്ടുണ്ട്. ബട്ട് ഈ ഒരു പ്ലേസ് ഭയങ്കര വേർത്താണ്. ആനിമൽസിനെയും പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ.